അതായത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷ് റെസിപ്പിയാണ് മുട്ട മസാല റെസിപ്പി. ചോറിനോ ചപ്പാത്തിക്കോ പൂരിക്കോ എന്തിൻ്റെ കൂടെയായാലും നല്ല മാച്ചായിട്ട് പോകുന്നതാണ് ഈ ഒരു മുട്ട മസാല. മുട്ട ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയോളൂ. ഇതിനി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ ഒരു പേസ്റ്റ് തയ്യാറാക്കിയെടുക്കണം. മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി എടുക്കുക. 2 പച്ചമുളക് കൂടി ചേർക്കുക. ഈ ഒരു സൈസിൽ ഒരു 3 പീസ് തേങ്ങ പൂളിയതെടുത്തിട്ടുണ്ട്. ഒരൽപ്പം മല്ലിയില കൂടി ചേർക്കുക. ഇനി നല്ലവണ്ണം ഒന്ന് അരച്ചു കൊണ്ടുവരാം. ഞാൻ വീണ്ടും ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 മുട്ട ചേർക്കാം. മുട്ടയ്ക്ക് ആവശ്യമുള്ള ഒരൽപ്പം ഉപ്പ് ചേർക്കുക. കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക. കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചു വയ്ക്കുക. ഇനി അടുപ്പിൽ ഒരു പരന്ന പാത്രം വയ്ക്കുന്നതാണ് നല്ലത്. നോൺ സ്റ്റിക്കാണ് ഏറ്റവും നല്ലത്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പാൻ നല്ലവണ്ണം ചൂടായതിന് ശേഷം മുട്ട ഒഴിക്കാം. ഇനി മുട്ടയൊന്ന് ചിക്കി എടുക്കാനായിട്ടുണ്ട്. തീരെ പൊടിയായിട്ട് ചിക്കി എടുക്കരുത്, വലിയ വലിയ പീസുകളാക്കി എടുക്കണം. മുട്ടയുടെ അടിഭാഗം ഒന്ന് ഉറച്ച് വന്നതിന് ശേഷം പതുക്കെ ഒന്ന് നിരക്കി കൊടുക്കുക. മുട്ട ഒരുപാട് ഡ്രൈ ആക്കി എടുക്കണ്ട. ആ നനവൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതിയാകും. വലിയ പീസുകളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കണം. വീണ്ടും ഒരു കടായി വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം 2 സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കുക. ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റി തന്നെ എടുക്കണം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയൂടെ ചേർക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് ചേർത്ത് ഇളക്കിയതിന് ശേഷം ചെറു തീയിലിട്ട് മൂടി വെച്ചാലും മതിയാകും. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇവിടെ സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. ഇനി ഇതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പേസ്റ്റ് ആയത് കാരണം പെട്ടെന്ന് വഴന്ന് വന്നോളും. ഇതുമായിട്ടുണ്ട്. ഇനി ഇതിൽ പൊടികൾ ചേർക്കാം. തീ കുറച്ച് വെച്ചതിന് ശേഷം ഒരു 1/2 ടീസ്പൂണിനടുത്തായിട്ട് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇനി ചിക്കൻ മസാലയാണ് ഒരു 1 സ്പൂണ് ചേർക്കാം. ഇനി ആ കുറഞ്ഞ തീയിൽ തന്നെ പൊടി ചൂടാകുന്ന രീതിയിൽ, നന്നായിട്ട് ചൂടാകണം, ആ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു 20-25 സെക്കൻഡ് നേരത്തേന്. ഇതായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർക്കാം. ഇത്ര അരിഞ്ഞത് ആ തക്കാളിയുടെ ജ്യൂസിലാണ് അരഞ്ഞിരിക്കുന്നത്. വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. ഇനി ഈ വെള്ളമായി ഒന്ന് വറ്റുന്ന രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്നായിക്കോളും. അപ്പോൾ തക്കാളിയുടെ ആ പച്ച ടേസ്റ്റും ഒന്ന് മാറിക്കിട്ടും. നല്ലവണ്ണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ സൈഡിൽ നിന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. പച്ചവെള്ളമോ ചൂടുവെള്ളം ഒഴിക്കാം. ഒന്ന് കുഴഞ്ഞു കിട്ടുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക. വെള്ളമൊക്കെ ചേർത്തപ്പോഴത്തേന് കുറച്ച് ഉപ്പിൻ്റെ കൂടെ ആവശ്യമുണ്ട്. അല്പം ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയൂടെ ചേർക്കുക. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് കുറഞ്ഞ തീയിലിട്ടിട്ട് ഒന്ന് മൂടി വയ്ക്കണം. എണ്ണ തെളിയുന്നത് വരെ മൂടി വയ്ക്കണം. ഇത് പരന്ന പാത്രമാണ്, വെള്ളം കുറവാണ്. തീ അങ്ങ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതങ്ങ് ഡ്രൈ ആകും. ആ മസാലയൊക്കെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടി ഒരു ടൈം കൊടുക്കണം. അപ്പോൾ കുറഞ്ഞ തീയിലിടുക. എണ്ണ തെളിയിട്ട് മൂടി വയ്ക്കാം.
ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നല്ലവണ്ണം എണ്ണ തെളിഞ്ഞ് കിട്ടും. ഇതായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് പെരുംജീരകം, വലിയ ജീരകം പൊടിച്ചത് അല്പം ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയെടുക്കുക. അതിൻ്റെ ഫ്ലേവർ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി ലാസ്റ്റ് ചേർത്തത്. ഇനി മുട്ട ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി തീയൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ വെള്ളം ഇന്ത്യയൊക്കെ വറ്റിയിരിക്കുകയാണ്, ഒന്ന് കുഴഞ്ഞ പരുവത്തിലിരിക്കുകയാണ്. അപ്പോൾ തീ കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് മല്ലിയിലയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില ഇഷ്ടമാണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയോ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറഞ്ഞ തീയിൽ തന്നെ വീണ്ടും ഒരു മിനിറ്റ് നേരം, കൂടി വന്നാൽ 2 മിനിറ്റ് നേരം മതിയാകും. ഒന്ന് മൂടി വയ്ക്കുക. നല്ലവണ്ണം ഒന്ന് ചൂട് കയറട്ടെ. ആ മസാലയുടെ ടേസ്റ്റൊക്കെ ഈ മുട്ടയിലൊന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ മൂടി തുറന്ന് വീണ്ടും ഒന്നുകൂടെ ഇളക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ ഇച്ചിരി അല്പം കുഴഞ്ഞ രീതിയിലാണ് ഇരിക്കുന്നത്. ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ നിരത്തിയിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ചപ്പാത്തിക്കൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്പം കുഴഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കുഴച്ചെടുക്കുന്നതോ ഡ്രൈ ആക്കി എടുക്കുന്നതോ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. കുഴഞ്ഞിരുന്നാലും ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കല്ലേ. കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പ് എന്നൊരു ഓപ്ഷനൂടെ വന്നിട്ടുണ്ട്. ഹൈപ്പ് കൂടെ തന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ടിക്കാക്കി ഇടാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.